നേടും മനുഷ്യ ഈ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ പണം കൊടുത്തു പലതും നേടും മനുഷ്യ ഈ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ ജീവിതമാകും പെരുവഴിയേ ജീവിതമാകും പെരുവഴിയേ പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ ഓർക്കുക നീ ലോകസുഖം വ്യർത്ഥമല്ലോ മായയല്ലോ സർവമായയല്ലോ പണം കൊടുത്തു പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ കൊടുത്താൽ ആഹാരം വാങ്ങാം ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ പണം കൊടുത്താൽ മണിമേട വാങ്ങാം ആ മണിമേടയിൽ ശാശ്വതമായി വാഴുമോ ആത്മമന്ന വേണമോ നിത്യജീവൻ വേണമോ ആത്മമന്ന വേണമോ നിത്യഭവനം വേണമോ രക്ഷിതാവിനരികിൽ നീ വാവാ യേശുവിൻ അരികിൽ നീ വാവാ രക്ഷിതാവിനരികിൽ നീ വാവാ യേശുവിൻ അരികിൽ നീ വാവാ പണം കൊടുത്തു പലതും നേടും മനുഷ്യ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ കൊടുത്താൽ പുസ്തകങ്ങൾ വാങ്ങാം ആ പണം കൊടുത്താൽ ആത്മജ്ഞാനം ലഭിക്കുമോ പണം കൊടുത്താൽ വൈദ്യന്മാരെ കാണാം ആ പണം കൊടുത്താൽ ആത്മസൗഖ്യം ലഭിക്കുമോ ആത്മജ്ഞാനം വേണമോ നിത്യസൗഖ്യം വേണമോ ആത്മജ്ഞാനം വേണമോ നിത്യസൗഖ്യം വേണമോ രക്ഷിതാവിനരികിൽ നീ വാവാ അരികിൽ നീ വാവാ രക്ഷിതാവിനരികിൽ നീ വാവാ അരികിൽ നീ വാവാ പണം കൊടുത്തു പലതും നേടും മനുഷ്യ കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ സുഖം ലഭിക്കുമോ ജീവജലം വേണമോ നിത്യജീവൻ വേണമോ ജീവജലം വേണമോ നിത്യ
ജീവൻ വേണമോ രക്ഷിതാവിനരികിൽ നീ വാ വാ യേശുവിനരികിൽ നീ വാ വാ രക്ഷിതാവിനരികിൽ നീ വാ വാ യേശുവിനരികിൽ നീ വാ വാ പണം കൊടുത്തു പലതും നേടും മനുഷ്യ മായയല്ലോ സർവം മായയല്ലോ പണം കൊടുത്തു പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ പണം കൊടുത്തു പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ അരിമ്പൂർ ദേശവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹ അഭിവാദ്യങ്ങൾ. ഈ ഉച്ച കഴിഞ്ഞ സമയം ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധരായ ദേശവാസികൾക്ക് ഹൃദയഭാഷയിലുള്ള നന്ദിയും സ്നേഹവും ഓർപ്പിക്കുന്നു. വരുന്ന ഏതാനും മിനിറ്റുകൾ ഈ ശബ്ദമാധ്യമത്തിൻ്റെ ശ്രവണപരിധിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാതരം ക്ഷണിച്ചുകൊണ്ട് കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലികമായ ചില വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ പ്രഭാഷണത്തിനായി നിങ്ങളുടെ മൗനാനുവാദത്തോടെ അല്പസമയം എടുക്കുകയാണ്. എൻ്റെ സഹപഠൻ മനോഹരമായ ഒരു പാട്ട് ഇവിടെ പാടുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ വരികളിൽ ഉടനീളം ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്: പണം കൊടുത്ത് നമുക്കെന്തും വാങ്ങുവാൻ കഴിയും, എന്നാൽ പണം കൊടുത്ത് ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയുമോ എന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിക്കുവാൻ ഇടയായി തീർന്നു അതിൻ്റെ വരികളിലൂടെ. ആത്മജ്ഞാനം പ്രാപിക്കുവാൻ കഴിയുമോ? ആത്മസൗഖ്യം പ്രാപിക്കുവാൻ കഴിയുമോ? അതിനേക്കാളെല്ലാം ഉപരി നിത്യജീവനെ പ്രാപിപ്പാൻ കഴിയുമോ എന്നുള്ള വളരെ പ്രാധാന്യമേറിയ ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും മറന്നു പോകുന്ന, അല്ലെങ്കിൽ നാം ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന വളരെ പ്രശസ്തമായ, പ്രസിദ്ധമായ, പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അത്. മനുഷ്യ ജീവിതത്തിന്റെ ആകത്തുക അല്പകാലം തിന്നു കുടിച്ചു ജീവിച്ചു ഉല്ലസിച്ചു സന്തോഷിച്ചു മൺമറഞ്ഞു പോകുന്നതാണോ മനുഷ്യ ജീവിതം? ഈ മായയായ മനുഷ്യ ജീവിതത്തെ പറ്റി ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഈ പാട്ടിന്റെ വരികൾ കേട്ടുനിന്നവരുടെ ഹൃദയങ്ങളിൽ അല്പമെങ്കിലും ഒരു ചോദ്യചിഹ്നം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഹൃദയത്തിലും വലിയ സന്തോഷം ഉളവാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അല്പവാസം, അല്പകാലത്തെ ഈ ജീവിതം അത് ആസ്വദിച്ച് അവസാനിപ്പിക്കുവാനുള്ളതല്ല. അതിനപ്പുറത്ത് മനുഷ്യന് നിത്യമായ ഒരു വാസമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ തെരുവിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദത്തിന്റെ പിന്നിലൂടെ നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ആ സന്ദേശം സശ്രദ്ധം വീക്ഷിക്കുന്ന, കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളെ ആദരവപൂർവം ചുരുങ്ങിയ നിമിഷം കൂടെ ശ്രദ്ധ തരുവാൻ ഓർപ്പിച്ചുകൊള്ളുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിന്റെ വളരെ പ്രാധാന്യമേറിയ ഒരു ഘടകമാണ് ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത്. തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്ന: ഒരു മനുഷ്യൻ മുഴു ലോകവും തേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നുള്ളതാണ് ബൈബിൾ ഉയർത്തിക്കാട്ടുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മുൻപിൽ ഈ ഭൂമുഖത്തെ സകല പ്രസിദ്ധരായിട്ടുള്ളവരും, പ്രമുഖരായിട്ടുള്ളവരും, ജ്ഞാനികളായിട്ടുള്ളവരും, സമ്പന്നരായിട്ടുള്ളവരും
മുട്ടുമടക്കേണ്ട വന്നു. കാരണം കാലയവനികയ്ക്കുള്ളിൽ അവരുടെ കാലഘട്ടങ്ങൾക്കപ്പുറം മറഞ്ഞുപോയി ഓർമ്മകൾ പോലും ശേഷിപ്പിക്കാൻ കഴിയാതെ, ചരിത്രത്തിൽ പോലും ഇല്ലാതെ അവശേഷിക്കാതെ എന്നേക്കുമായി മൺമറഞ്ഞുപോയി. മനുഷ്യ ജീവിതം നൈമിഷികമാണെന്നും അത് ഈ ഭൂമിയിലെ അല്പം കൊണ്ട് തീരുന്നതാണെന്നും ചിന്തിക്കുന്നവർക്ക് ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് അരിമ്പൂരിന്റെ ദേശത്ത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഈ ജീവിതത്തിനപ്പുറമുള്ള അതിശ്രേഷ്ഠമായ മനോഹരമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് അതിന്റെ പ്രാധാന്യതയെ കാണിക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള തന്റെ ആഗമനം. തിരുവചനം പറയുന്നു, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി ക്രിസ്തു അവതരിച്ചത് മനുഷ്യകുലത്തിന്റെ അല്പവാസത്തിൽ നിന്ന് അവനെ നിത്യവാസത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുവാൻ, നിത്യവാസത്തിലേക്ക് അവനെ ഉയർത്തുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ആഗമനമായിരുന്നു. 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ പരപ്പിലേക്ക്, അതെ സ്വത്രം, കന്യകയിൽ ഉരുവായി ഭൂമിയിൽ ഭൂജാതനായി 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തെ പ്രസംഗിച്ച് സ്വർഗരാജ്യത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ വചനം, അതെ ലോകത്ത് വരുവാനിരിക്കുന്ന ശതകോടി ജനത്തിന് മുന്നറിയിപ്പെന്ന വണ്ണം തിരുവചനം ആലേഖനം ചെയ്ത് ചരിത്രത്തിന്റെ താളുകളിൽ എന്നേക്കും അതേ ഓർമ്മപ്പെടുത്തലായി കുറിക്കപ്പെട്ട വചനങ്ങൾ കൊണ്ട് നിക്ഷിപ്തമായ ദൈവത്തിന്റെ അത്ഭുത ഭൂമിയിലേക്കുള്ള വരവന്റെ പ്രത്യേകത. ഇന്ന് ഈ പകൽ സമയം ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് അതെ ശാശ്വത വാസമൊരുക്കുവാൻ വേണ്ടിയാണ്, നിത്യമായ വാസമൊരുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ, എന്റെ സഹയാത്രികൻ കഴിഞ്ഞ കവലയിൽ പറഞ്ഞു, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നതമായ സൃഷ്ടി, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യ സൃഷ്ടി, അത് ദൈവത്തിന്റെ ഇമേജ് ആയിരിക്കുന്ന സൃഷ്ടി. ദൈവം പറഞ്ഞു, എന്റെ സദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ചു മനുഷ്യനെ എന്ന് പറഞ്ഞു. ദൈവാനുരൂപികളായ മനുഷ്യർ ദൈവത്തിന്റെ മഹിമയെ വെടിഞ്ഞ്, മഹത്വത്തെ വെടിഞ്ഞ് പാപത്തിനിരയായി തീർന്ന മനുഷ്യൻ എന്നേക്കുമായി ദൈവഭവനത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഗ്രഹത്തിൽ നിന്ന് അകന്നുപോയി. ആ മനുഷ്യനെ തേടി ദൈവത്തോട് നിരപ്പിക്കുവാൻ വന്ന ദൈവിക പദ്ധതിയുടെ പേരാ കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് ദൈവത്തോട് നിരപ്പിക്കേണ്ടതെന്ന് കഴിഞ്ഞ കവലകളിൽ അത് ഊന്നിപ്പറയുവാനിടയായി തീർന്നു. പാപത്തിന് ദൈവത്തോട് സഹിതമില്ലാത്തത് കൊണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കുന്നത് കൊണ്ട്, പാപം ചെയ്യുന്ന ദേഹി നിത്യനാശത്തിലേക്ക് പോകുന്നത് കൊണ്ട്, ദൈവം വിഭാവനം ചെയ്ത സ്വർഗത്തിൽ നിന്ന് നിത്യയാതനയുടെ നരകത്തിലേക്ക് തള്ളപ്പെടുന്നത് കൊണ്ട് പാപവിമോചനം ഒരുക്കുവാൻ വേണ്ടിയാണ് ദൈവം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തേക്ക് വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപം എന്താണെന്ന് ഉൾലോകവും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അറിയുന്നവർക്കറിയാം. പാപത്തിന്റെ ചുരുങ്ങിയ വാക്കിൽ ഇപ്രകാരം അതിനെ പറയാം: ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവകൽപ്പനകളെ ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്ന ആദിമ മനുഷ്യൻ ദൈവകൽപ്പനകളോട് മറുതലിച്ചപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ പാപമുള്ളിൽ പ്രവേശിച്ചു. ലോകത്തെ മുഴുവൻ പാപത്തിലേക്ക് മുക്കിക്കളയുവാൻ തക്കവണ്ണം മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിക്ഷവിത്ത് എന്ന് പറയുന്നത് ദൈവകൽപ്പനകളെ, ദൈവത്തിന്റെ വചനത്തെ ത്യജിച്ചു കളയുന്നതാണ്. മനുഷ്യൻ ചെയ്യുന്ന കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും മോഷണങ്ങളും പിടിച്ചുപറികളും അതെ ലഹരികളും ഒക്കെ പാപം എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ പാപത്തിന്റെ കാതൽ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കാത്തത്, സത്യദൈവത്തെ തിരിച്ചറിയാത്തത്, അതാണ് പാപത്തിന്റെ കാതലായ കാര്യം എന്ന് പറയുന്നത്. ലോകത്ത് നന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, നല്ല ജീവിതം നയിക്കുന്നവരുണ്ട്, സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട്. അതെ, വേഷത്തിലും ആഹാരത്തിലും രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഭക്തിയെ കുത്തി നിറച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ ജീവിതം, ഒരു ഉട്ടോപ്യ കെട്ടിപ്പടുക്കി ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെയും വിശുദ്ധരെന്നോ ഭക്തരെന്നോ ദൈവത്തെ കാണാൻ കഴിയുന്നവരെന്നോ നമുക്ക് പറയുവാൻ കഴിയത്തില്ല. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്ത സകല വ്യക്തികളും പാപത്തിന്റെ അടിമകളാണ്. പാപത്താൽ അവർ നശിച്ചു പോകുവാനിടയായി തീരും. ഇന്ന് ഈ മധ്യാഹ്ന സമയം അരിമ്പൂരിന്റെ ദേശത്തിനെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാൻ ഇതേ ഉള്ളൂ. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ പാപപരിഹാരകനായി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവമൊരുക്കിയ മനോഹര പദ്ധതിയുടെ കാതൽ കാമ്പായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, സത്യ ഏക ദൈവം, നിത്യജീവന്റെ ഉറവ, പാപപരിഹാരകനായവൻ, അതെ കർത്താവായ യേശു ക്രിസ്തു, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യജാതിക്ക് വേണ്ടി ഒരുക്കിയ പാപപരിഹാര ക്രിയയായ
പാപപദ്ധതിയായ പാപവിമോചനത്തിന് ഒരുക്കപ്പെട്ട യാഗമായ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ പാപവിമോചകനായി തീരുകയും പാപത്തിൽ നിന്ന് പരിഹാരം പ്രാപിക്കുവാനിടയായി തീരുകയും ആത്മരക്ഷ പ്രാപിക്കുവാനിടയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ മധ്യാഹ്ന സമയം പരിപൂർണ്ണ ദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്, പാപം മോചിപ്പിക്കപ്പെട്ട പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനായി കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റെടുത്തുകൊണ്ട് ആ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വന്ന് നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ദൈവമക്കൾ എന്ന പദവി പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അംശികളായി തീരുവാൻ ഹൃദയപൂർവ്വം ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പാപം മനുഷ്യ ജീവിതത്തിൽ കുടിയേറിയത് ജന്മന അവരിൽ ലഭിച്ചതാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഒരുവൻ പോലും നീതിമാനില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയവരാ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിൽ ആർക്കും വലിയ പ്രത്യേകതകളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ നാശത്തിന്റെ പാതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരാ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് പാപജടത്തിൽ പാപദേഹിയെ ചുമന്നുകൊണ്ട് പാപ സ്വഭാവമുള്ളവരായി ഈ ഭൂപ്പരപ്പിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മളിൽ പരിഹരിക്കാൻ കഴിയാത്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ താഴ്ന്ന ലോകത്തേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഒരുവൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് വഴി അവന് കടും ചുമപ്പായിരിക്കുന്ന പാപം, അവനിൽ നിറയപ്പെട്ട അകൃത്യ കൂമ്പാരങ്ങളുടെ പാപം, അവന് ദൈവത്തോട് നിരപ്പാകാൻ കഴിയാത്ത പാപത്തിന്റെ ആ കൊടിയ വിഷമുള്ളുകളെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള അവന്റെ വിശ്വാസത്താൽ ക്രൂശിതനായ ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് നീതീകരണം പ്രാപിക്കുവാനിടയായി തീരും. അങ്ങനെ ദൈവത്തിന്റെ നീതീകരണം പ്രാപിക്കപ്പെടുന്നവനാണ് പിതാവായ ദൈവവുമായി കൂട്ടായ്മയുള്ളത്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. ഇന്ന് പകല് ഞങ്ങളുടെ ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ഞങ്ങൾ ഈ ഉച്ചഭാഷയിലൂടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ശബ്ദധാരയ്ക്ക് പിന്നിൽ ഞങ്ങളുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്ന് മാത്രമാണ്, ഒരുവനെങ്കിലും ഹൃദയത്തിൽ ഈ രക്ഷാ സന്ദേശം ഏറ്റെടുത്ത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അല്ല മറിച്ച് അത് തള്ളിക്കളഞ്ഞ് നിത്യനാശത്തിലേക്ക് കൂപ്പുകുത്തുന്നവരുടെ ഗണത്തിൽ പെട്ടുപോകരുത് എന്നൊരാഗ്രഹം മാത്രമേ ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് പിന്നിൽ ഞങ്ങളുടെ ലക്ഷ്യമുള്ളൂ. കാരണം ആരെങ്കിലും എന്തെങ്കിലും നിർബന്ധം കൊണ്ട് ഇറക്കിവിട്ട ഒരു കൂട്ടമല്ല ഈ വന്ന് നിൽക്കുന്ന പ്രിയമുള്ളവരെ. സമസൃഷ്ടങ്ങളായവർ ഞങ്ങൾ അറിഞ്ഞുപോയ സത്യം തിരിച്ചറിയണമെന്നും മനുഷ്യരാശിയുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ കുരുടാക്കി വെച്ച പിശാചിന്റെ പ്രവർത്തികളിൽ നിന്ന് അവർക്ക് വിമോചനം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഉച്ചഭാഷണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിനെ കാണാതിരിപ്പാൻ ഇഹലോകത്തിന്റെ പ്രഭുവായ സാത്താൻ മനുഷ്യന്റെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. അതെ, ഞങ്ങൾ ഇത് പറയുമ്പോൾ യേശു 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 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതല്ലാതെ മറ്റൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അതോ നിങ്ങളേതോ മതം പ്രചരിപ്പിക്കുകയാണോ? അല്ലോ നിങ്ങളേതോ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ വന്നവരാണോ? അല്ലേ അല്ല. ഈ പ്രസ്ഥാനത്തിലേക്കുള്ള വിളിയല്ല ഇതൊരു മതത്തിലേക്കുള്ള വിളിയല്ല. ഇതൊരു മനുഷ്യനെ മറ്റൊരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്നതല്ല. ഒരു മനുഷ്യന് മാനസാന്തരം കൊടുത്തുകൊണ്ട് അവൻ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആത്മരക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ബുദ്ധി ഉപദേശമാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഞെരുക്കമുണ്ടാകുന്നു, ഹൃദയത്തിൽ അസഹിഷ്ണുതയുണ്ടാകുന്നു, അതിനോട് വെറുപ്പും പുച്ഛവും അല്ലെങ്കിൽ അലസതയും ശ്രദ്ധിക്കാതെ തള്ളിക്കളയുന്ന മനോഭാവവും ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഹൃദയത്തെ ഈഹലോകത്തിന്റെ പ്രഭുവായ സാത്താൻ അടച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിനെ കാണാതെ എന്താണ് അവന്റെ ലക്ഷ്യം? ഒരു മനുഷ്യൻ ദൈവവുമായുള്ള ആത്മബന്ധത്തിലേക്ക് വന്നാൽ അവന്റെ ആത്മാവിന് രക്ഷയുണ്ടാകും, അവൻ നിത്യജീവനെ പ്രാപിക്കും, അവൻ പിതാവിനോടൊപ്പം വാസം ചെയ്യുവാനിടയായിത്തീരും, ഭൂമിയിലെ അല്പകാല വാസം വിട്ട് നിത്യതയുടെ അംശിയായിത്തീരും. അതുണ്ടാകാതിരിക്കേണ്ടതിന് പിശാച് മനഃപൂർവ്വമായി ചതിക്കണിയിൽപ്പെടുത്തി വഞ്ചിച്ച് കാപട്യത്തിന്റെ ഇരയാക്കി എന്നെ നിങ്ങളെയും ചതിക്കണിയിൽപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് ഹൃദയത്തിൽ നിന്ന് ആഴമാർന്ന സ്നേഹത്തിന്റെ പരിണിത ഫലമായി ഞങ്ങൾ നിങ്ങളോട് ബുദ്ധിയെ ഉപദേശിക്കുന്നതാണ്. ഈ ദേശത്തുള്ള ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾ ഞങ്ങളുടെ രക്തത്തിൽ രക്തവും മാംസത്തിൽ മാംസവുമായ ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നില്ലെങ്കിലും കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹാർദ്രമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ മാടി വിളിക്കുകയാണ്.
കടന്നുവാ, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ ഈ ശബ്ദം നിന്റെ കാതുകളിൽ നീ ഒരിക്കൽ കൂടി കേൾക്കുവാൻ ഇടയുണ്ടായി എന്നിരിക്കണമെന്നില്ല. ഇന്ന് ഈ ദിവസം നീ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്റെ പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്റെ ഹൃദയത്തിന്റെ കവാടങ്ങളൊന്ന് തുറന്നു കൊടുക്കണമേ. ഹൃദയാന്തരംഗത്തിൽ നിന്ന് ആർദ്രതയോടെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. കാരണം നാളെ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ അലച്ചെന്നോ, നാളെ നിങ്ങൾ ജീവനോടെ ഇരുന്നത് കേട്ടെന്നോ വരുവാനിടയാകയില്ല. ഈ കാലഘട്ടം ദുഷ്കാലമാണ്. അതെ, അനർത്ഥങ്ങളും അപകടങ്ങളും കൊലപാതകങ്ങളും പെരുകി വരുന്നൊരു കാലഘട്ടം, മനുഷ്യൻ സ്വസ്നേഹികളായ കാലഘട്ടം. വിശുദ്ധ ബൈബിൾ പറയുന്നു തിമോഥെയോസിന്റെ ലേഖനത്തിൽ, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായി മാറും, സ്വാർത്ഥരായി മാറും. അങ്ങനെ സ്വാർത്ഥത നിറഞ്ഞ സ്വസ്നേഹികളായ മനുഷ്യരുടെ ഈ കാലഘട്ടത്തിൽ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പരസ്പരം മനുഷ്യൻ സ്വത്രം ഒരു മനുഷ്യനെയും ഒരു സ്നേഹമോ കരുതലോ കൊടുക്കാൻ കഴിയാതെ വണ്ണം നികൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഏത് നിമിഷവും നമ്മുടെ ജീവിതം പൊരിഞ്ഞു പോകാം. ഒരു വെളിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ തിരിച്ചു ഭവനത്തിലേക്ക് വരുമെന്ന് യാതൊരു വിധത്തിലും ഉറപ്പില്ല. പണ്ടൊരു അമ്മച്ചി കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കൊതുക് തന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അതിന്റെ പങ്കാളിയായ കൊതുകിനോട് പറയും, വന്നാൽ ഒന്നിച്ച് അത്താഴം കഴിക്കാം, കാരണം രക്തം കുടിക്കാൻ പോവുക, തിരിച്ചു വരുമെന്ന് അതിന് ഉറപ്പില്ല. കാലഘട്ടം അതുപോലെ, മനുഷ്യ ജീവിതവും ഒരു പ്രാണിയുടെ അതുപോലെ മാത്രം ഏത് നിമിഷവും പൊലിഞ്ഞു പോകാം. തിരുവചനം പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. നമ്മൾ കാണുന്നില്ലേ, നാളത്തെ മുഖപുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ, നാളത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ, നാളത്തെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ, ഈ അരുമ്പൂരിന്റെ ചുറ്റുവട്ട ദേശങ്ങളിൽ തന്നെ ചിലപ്പോൾ പൊലിഞ്ഞുപോയ ജീവിതങ്ങളുടെ ചരിത്രം കാണാം. ഇന്നിത് കാതിൽ കേട്ടുകൊണ്ട് പോയിട്ട് വീട്ടിലെത്തുവാൻ കഴിയാത്തവരുടെ ചരിത്രം കണ്ടെന്നിരിക്കാം. ഈ ദേശത്ത് തന്നെ അനർത്ഥങ്ങളെ പറ്റി നമ്മൾ കേട്ട് കഥകൾ നമ്മുടെ കാതുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്നുകളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ അതിവിദൂരമല്ല എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ശബ്ദം കേൾക്കുന്നെങ്കിൽ സുപ്രസാദ ദിനമാണ്. ഇന്ന് നീ സുവിശേഷത്തിനായി കാതുകളെ തുറന്നു കൊടുക്കുന്നെങ്കിൽ നിനക്ക് ആത്മരക്ഷയും അതേ അനുഗ്രഹപൂർണമായ ഒരു ജീവിതത്തിനും വഴിയൊരുക്കും. പ്രിയമുള്ളവരെ, പിശാച് ആരെ കവരണമെന്ന് നോക്കി, പിശാച് എങ്ങനെ മുടിച്ചു കളയണമെന്ന് നോക്കി, മനുഷ്യനെ ഉറ്റുനോക്കി ഒരു വേട്ടമൃഗത്തെ പോലെ വേട്ടയാടുവാൻ കാത്തു നിൽക്കുകയാണ്. വേട്ടക്കാരൻ വലവിരിച്ച് പക്ഷിക്കായി കണിയൊരുക്കി കാത്തിരിക്കുന്നത് പോലെ നിന്നെ കുടുക്കിക്കളയുവാൻ, നിന്റെ ജീവിതത്തെ ഒടുക്കിക്കളയുവാൻ ശത്രു വേട്ടയാടി പുറകെ നടപ്പുണ്ട്. കാലം അതിവിദൂരമല്ല, അകലങ്ങളിലല്ല, അനർത്ഥങ്ങൾ അരികിൽ നിൽപ്പുണ്ട്. പടിവാതിക്കൽ അനർത്ഥങ്ങളുണ്ട്. ഇന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹൃദയവാതിക്കൽ നിന്ന് ലോകൈക രക്ഷിതാവായ യേശുവിന്റെ ഇമ്പമാർന്ന ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയ കവാടം തുറന്നു കൊടുത്തുകൊണ്ട് നിത്യരക്ഷയ്ക്കായി, ആത്മരക്ഷയ്ക്കായി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തുകൊള്ളുവാൻ ബുദ്ധിയെ ആഹ്വാനം ചെയ്യുക. പ്രിയമുള്ളവരെ, അതേ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിന്റെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരകനാണ്. അവൻ മാനവജാതിയുടെ രക്ഷകനാണ്. അവൻ മതത്തിന്റെ വാക്താവല്ല, മതം ഉണ്ടാക്കിയിട്ടില്ല, വർണ്ണങ്ങളോ വർഗങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. ഇഹലോകത്തിലെ മൂഢരായ മനുഷ്യർ യേശുവിനെ മതവാക്താവാക്കി, പ്രവാചകനാക്കി ചിത്രീകരിച്ചു. അവനെ ഏതൊക്കെയോ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ അടച്ചൊതുക്കി വെക്കുവാൻ ശ്രമിച്ചു. എന്നാൽ സ്വതന്ത്രൻ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് അളന്നതിനും അപ്പുറത്ത് യേശു ക്രിസ്തു ലോകൈക രക്ഷിതാവാണ് അസന്നിഗ്ധമായി ഞാൻ പ്രഖ്യാപിക്കും. വിശുദ്ധ ബൈബിൾ അതിനെ പറ്റി പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകിയ ഏക നാമം എന്ന് പറയുന്നത് നസ്രയനായ യേശുവിന്റെ നാമമാണ്. മറ്റൊരു നാമവുമില്ല, മറ്റൊരു ആശയവുമില്ല, മറ്റൊരു ആശ്രയവുമില്ല, മറ്റൊരു ആചാരവുമില്ല, മറ്റൊരു പുണ്യകർമ്മവുമില്ല, മറ്റൊരു ബാഹ്യ പ്രവർത്തികളുമില്ല. മനുഷ്യരാശിക്ക് രക്ഷയ്ക്കായി ഒരേ ഒരു മാർഗം, അത് നസ്രയനായ യേശു ക്രിസ്തു. ഇന്ന് ഈ മകൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ആരായിരുന്നാലും കുലം ചോദിക്കുന്നില്ല, വർണ്ണം ഏതാന്ന് വർഗം ഏതാന്ന് ചോദിക്കുന്നില്ല, നിങ്ങളുടെ അവസ്ഥകൾ എന്താന്ന് ചോദിക്കുന്നില്ല. കർത്താവ് നിന്നെ ഇരുകരവും നീട്ടി സ്വീകരിക്കും. തിരുവചനം പറയുന്നു, അതെ, അവൻ പാപികളെ മാനസാന്തരത്തിന് ഇട നൽകുന്നു, രോഗികളെ അവൻ സൗഖ്യമാക്കുന്നു, ശാപങ്ങളെ അവൻ നീക്കുന്നു, കെട്ടുകളെ അവൻ അഴിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നത്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു. ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കെട്ടുകളെ അഴിപ്പാൻ, തകർച്ചകളെ മാറ്റുവാൻ, നിങ്ങളെ അത്ഭുതകരമായി വിടുതൽ നൽകുവാൻ, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന രക്ഷാനായകനെ അത്രേ ഞാനിവിടെ ഉയർത്തുന്നത്. അതുകൊണ്ട് എന്റെ സ്നേഹിതർ, എന്റെ പ്രിയപ്പെട്ടവർ, ഈ ശബ്ദം ശ്രവിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ, ഈ ബുദ്ധിയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ആഹ്വാനം ഞാൻ ചെയ്യുകയാണ്. ഈ കർത്താവിനെ നിങ്ങളുടെ സ്വന്തമാക്കി തീർക്കുവാൻ, നിങ്ങൾ നേരിടുന്ന ആയിരക്കണക്കിന് പ്രതിസന്ധികളുടെ ഉത്തരം, നിങ്ങളുടെ ചോദ്യം കിട്ടാത്ത
ചോദ്യങ്ങൾക്കുള്ള മറുപടി യേശുക്രിസ്തുവിലുണ്ട്. എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായി? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ തകർന്നുപോയി? എന്തുകൊണ്ട് ഇങ്ങനെ കടക്കണിയിലായി? എന്തുകൊണ്ട് ഞാൻ നിരാശയിലായി? എന്തുകൊണ്ട് എന്റെ കുടുംബം തകർന്നുപോയി? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡിക്ഷനായി പോയി? അതെ, തകർന്നുടഞ്ഞ് നൊമ്പരത്തോടെ കേൾക്കുന്ന, ജീവിത പരാജയത്തോടെ കേൾക്കുന്ന ആരെങ്കിലും തന്നെ ശ്രമിക്കുന്നെങ്കിൽ ഇതാ രക്ഷാമാർഗം നിങ്ങളുടെ മുൻപിലേക്ക് തുറന്നിടുക. വിശുദ്ധ ബൈബിൾ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു പറയുക, ലോകത്ത് മറ്റാർക്കും പറയുവാൻ കഴിയാത്ത, അതെ അംഗീകരിക്കുവാൻ കഴിയുന്നതുമായ അനുഗ്രഹീതമായ വചസ്സുകൾ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അരികിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അതേ ജീവന്റെ വഴിയായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തുകൊണ്ട് ജീവമാർഗത്തിലേക്ക് കടന്നു വരുവാൻ സഹൃദയരായ ദേശവാസികളെ ഹൃദയ അന്തരംഗത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ ക്ഷണിക്കുക. ഈ ക്ഷണം സ്വീകരിക്കുന്ന പ്രിയമുള്ളവർ ഹൃദയം ഒരുക്കത്തോടെ ഈ രക്ഷകനെ ഏറ്റെടുക്കുവാൻ, നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ, നിത്യരക്ഷ പ്രാപിക്കുവാൻ, പാപമോചനത്തിന് മോക്ഷയാത്ര ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് പിന്നാമ്പുറത്തൊന്ന് ഏറ്റുപറയാൻ കഴിയുമോ? പ്രിയ സ്നേഹിത, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. അങ്ങ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പാപപരിഹാരമായി തീർന്നു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങയുടെ മകനായി മകളായി എന്നെ സ്വീകരിക്കണമേ, ഞാൻ എന്റെ ജീവിതം അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നുവെന്ന് ഹൃദയം തുറന്ന് ആരെങ്കിലും വിളിച്ചു പറയുന്നെങ്കിൽ ഈ രക്ഷകനെ സ്വായത്തമാക്കുവാൻ കഴിയും. എണ്ണയൊഴിക്കേണ്ട, നേർച്ച വെക്കേണ്ട, പണം എറിയേണ്ട, തീർത്ഥയാത്ര നടത്തേണ്ട, മുട്ടയിലെ തൊലികളേണ്ട, ഉരുണ്ട് മറിഞ്ഞ് ശരീരം ദണ്ഡിപ്പിക്കേണ്ട, പീഡിപ്പിക്കേണ്ട, കുന്നുകൾ താണ്ടേണ്ട, പടക്കം പൊട്ടിക്കേണ്ട, പൂത്തിരി കത്തിക്കേണ്ട, ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഹൃദയകപാടം തുറന്നുകൊണ്ട് യേശുവേ എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ഹൃദയപൂർവ്വം സാദരം സ്വാഗതം ചെയ്ത ലോകൈക രക്ഷിതാവ് നിങ്ങളുടെ കർത്താവായി തീരും. അങ്ങനെ നിങ്ങൾ ദൈവമക്കൾ എന്ന പദവി അലങ്കരിക്കും, നിത്യജീവന്റെ അവകാശികളായി തീരും. ഈ മനോഹരമായ പദവിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്നേഹിതരെ, ദേശവാസികളെ, പ്രബുദ്ധരായ ദേശത്തെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിടവാങ്ങുകയാണ്. ദേശത്തെ ബിസിനസ്സുകാരെയും വാഹനം ഓടിക്കുന്നവരെയും തെരുവോരങ്ങളിൽ ഞങ്ങളെ കാൽക്കുന്നവരുമായ മാന്യ സഹോദരങ്ങൾക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്റെ സഹയാത്രികനിലേക്ക്, സഹപടനിലേക്ക് മൈക്ക് കൈമാറുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ മുൻപോട്ട് കടന്നു വന്നാൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ സന്നദ്ധമാണ് എന്നോർപ്പിച്ചുകൊള്ളട്ടെ. ഈ മനോഹരമായ നിമിഷം, വിതയ്ക്കപ്പെട്ട മനോഹരമായ വാക്കുകൾ നിങ്ങളുടെ ഹൃദയാന്തരംഗങ്ങളിൽ ഒന്ന് സ്പർശിച്ചുവെങ്കിൽ രക്ഷിതാവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു, യേശു നിങ്ങൾക്ക് പാപമോചനം തരും, യേശു നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, യേശു നിങ്ങളുടെ ശാപക്കെട്ടുകളെ അഴിക്കും, യേശു ക്രിസ്തു നിങ്ങൾക്ക് നിത്യജീവനെ തരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിടവാങ്ങുന്നു. ദൈവം ദേശത്തെ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവരും വിശ്വസനമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുദിനമായ നല്ല ഉച്ച പിരിയുന്ന സമയത്തിനായി സ്തോത്രം. എരിമ്പൂരിന്റെ പ്രദേശത്ത് കടന്നു വന്ന് നിന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച ദൈവസ്നേഹത്തിനായി സ്തുതിക്കുന്നു. കർത്താവചനം കേട്ട ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് ഏറ്റെടുക്കുന്നവരുണ്ട്, ഇത് ഉൾക്കൊള്ളുന്നവരുണ്ട്, ഇത് തിരസ്കരിക്കുന്നവരുണ്ട്. കർത്താവ് അവരോടെല്ലാം കരുണ കാണിക്കണം. കർത്താവ് വചനം കേട്ട് വിശ്വസിക്കുന്നവനെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അവർ അറിയുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കണം. കർത്താവ് വചനം പ്രമാണിക്കാൻ തക്കവണ്ണം ജനത്തെ കർത്താവ് ഒരുക്കണം. ഈ ദേശത്തോട് മനസ്സലിയണം. അനേകർ കർത്താവ് വചനം കേട്ടു. കർത്താവ് അനേക ബിസിനസ്സുകാർ, ഈ തെരുക്കളിൽ കൂടി നടന്നു പോകുന്ന ജനം, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, വാഹനമായി കടന്നു പോകുന്ന വ്യക്തികളെല്ലാം ഞങ്ങളെ ശ്രദ്ധിച്ചു. അവരോടെല്ലാം കരുണ കാണിക്കണം. ഈ സത്യം എന്തെന്നവർ അറിയുവാൻ, സത്യദൈവത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം അവരെ ഇടയാക്കും. ഞങ്ങളിപ്പോൾ പിരിയാത്ത സാന്നിധ്യം കൂടി സഹായിക്കണം. അടുത്ത ജംഗ്ഷനിൽ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കൂടി സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.